ഹമ്പ്. വണ്ടി തെറ്റിയല്ല. ബാക്കിൽ ആരോ കൊണ്ടുവന്ന് തട്ടിന്ന് തോന്നുന്നു. കണ്ണേട്ടാ, ഇത് കരുണയുടെ അച്ഛന്റെ വണ്ടിയാ. ആണോ? അതെ. ഏതാ വണ്ടി കൊണ്ട് ഇടിച്ചേ? നിക്കടാ അവിടെ ഇടിച്ചിട്ടവൻ പാഞ്ഞു പോന്നു. അങ്ങനെ വിട്ടാൻ പറ്റില്ല. വിട്ടു പോയിക്കോട്ടെ. പക്ഷേ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയെ തട്ടിട്ട് പോയനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചേക്കാം. എന്നാലും അവനെ ഇറങ്ങി ഒരു സോറി എങ്കിലും പറയട്ടെ മോളെ. അതുപോലെ ചെയ്താ വിട്ടുപോയിരിക്കുന്നേ. അവനേതോ പെങ്കൊച്ചിനെ തപ്പിക്കൊണ്ട് വന്നതാ. അതാ അങ്ങനെ ഒരു പോക്ക് പോയത്. അതുപോട്ടെ, മോളുവാ കയറ്. അച്ഛനും ശ്രദ്ധ തെറ്റി. സഡൻ ബ്രേക്ക് ഇട്ടതായിരുന്നു. അതിന് പുറകെ വരുന്നവര് ശ്രദ്ധിക്കണ്ടേ മോളെ. മുന്നിൽ പോകുന്നവര് ഇതുപോലെ സഡൻ ബ്രേക്ക് ഇടുമ്പോഴത്തേക്കേ നമ്മൾ കൊണ്ടുപോയി തട്ടിച്ചാലോ? അവർ ക്ഷമിക്കുമോ? കഴിഞ്ഞത് കഴിഞ്ഞു. പെട്ടെന്ന് വന്നല്ലോ രണ്ടാളും. ഞങ്ങള് പേടിച്ചോടിയതാ. പേടിച്ചോടിയോ? ഒന്നും പറയണ്ട. പോകുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ പിൻഭാഗത്ത് തട്ടി. അയ്യോ, എടാ കുഴപ്പമാടാ. കുഴപ്പമായോന്നറിയില്ല. തട്ടിയതാ രാക്ഷസന്റെ വണ്ടിയുടെ പിന്നില. ഇയാളുടെ രണ്ടാനച്ഛന്റെ വണ്ടിയുടെ പിന്നില്. അയാൾ ഇറങ്ങി വന്നപ്പോഴേക്കും ഞങ്ങൾ തടി തപ്പി. എങ്കിലും അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എടാ, സംശയിക്കാൻ നിന്റെ മുഖം അയാൾ കണ്ടില്ലല്ലോ. അതുമാത്രമല്ല, കണ്ണേട്ടൻ വണ്ടി ഓടിക്കുന്നുള്ള ധാരണ അയാൾക്കില്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ സംശയിച്ചു കാണില്ല. ഞാൻ ആ മാർക്കോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അവന്റെ വണ്ടിയാണല്ലോ. ഇയാളിനി കേസോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ മാർക്കോ ഇത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പൊ നിനക്ക് ബൈക്ക് ശരിക്കും ഓടിക്കാൻ അറിയില്ലെന്ന് ബോധ്യമായല്ലോ. അല്ല, അതുവരെ കണ്ടിട്ട് നന്നായി വണ്ടി ഓടിച്ചത്. കേട്ടല്ലോ പറഞ്ഞത്. എടാ, ഒരു ഹമ്പ് വന്നപ്പോ അയാൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുമായിരുന്നു. സഡൻ ബ്രേക്ക് ഇട്ടപ്പോ ജസ്റ്റ് ഒന്ന് തട്ടിയെന്നേ ഉള്ളൂ.